സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് നിമിഷ ബിജോ. റീലുകളിലൂടെയും മറ്റുമാണ് നിമിഷ ശ്രദ്ധ നേടുന്നത്. പിന്നീട് സിനിമകളിലേക്ക് എത്തുകയായിരുന്നു. ഈ അടുത്ത് തൃശ്ശൂരിൽ പുലികളിയിലും നിമിഷ എത്തിയിരുന്നു. പുലിവേഷത്തിലുള്ള നിമിഷയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. വിവാദങ്ങളിലും നിമിഷ ചെന്നുപെട്ടിട്ടുണ്ട്. പള്ളിയോടം ഫോട്ടോഷൂട്ടിൻ്റെ പേരിലാണ് നിമിഷ വിവാദത്തിൽ ചെന്നുപെടുന്നത്. ഇപ്പോഴിതാ തനിക്കുണ്ടായ കാസ്റ്റിംഗ് കൗച്ച് അനുഭവം പങ്കിടുകയാണ് നിമിഷ ബിജോ. ഫാം വിത്ത് സ്റ്റാർസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നിമിഷ ബിജോ മനസ്സ് തുറന്നത്. തനിക്ക് കാസ്റ്റിംഗ് കൗച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ താൻ അതിന് തയ്യാറായില്ലെന്നാണ് താരം പറയുന്നത്. നിമിഷയുടെ വാക്കുകൾ: എനിക്ക് വിളി വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. ആ കാസ്റ്റിംഗ് കൗച്ച് ഞാൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് നയൻതാരയേക്കാളും വലിയ നടിയായേനെ. ഞാൻ ചെയ്തതെല്ലാം ലോ ബജറ്റ് സിനിമകളായിരുന്നു. എല്ലാവരും സഹകരിച്ച് ഉള്ള പൈസ വെച്ച് ചെയ്യുന്ന കുഞ്ഞു സിനിമകളായിരുന്നു. വലിയ സിനിമകളിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, കാസ്റ്റിംഗ് കൗച്ച് ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടു. കാസ്റ്റിംഗ് കൗച്ചിനെ വഴങ്ങിയിരുന്നുവെങ്കിൽ എൻ്റെ ലെവൽ വേറെയായേനെ. നിമിഷ പറയുന്നു. ബിഗ് ബോസിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട്, സിനിമകൾ ചെയ്യണമെന്നുണ്ട്. ബിഗ് ബോസിൽ കയറണം എന്നത് വലിയ ആഗ്രഹമാണ്. കിട്ടിയില്ലെങ്കിലും ഞാൻ അടിപൊളിയായി ജീവിക്കുമെന്നും താരം പറയുന്നുണ്ട്. അതേസമയം തനിക്കൊപ്പം എന്നും കൂടെ നിന്നിട്ടുള്ളത് കുടുംബമാണെന്നും സുഹൃത്തുക്കൾ ഇപ്പോൾ കൂടെയില്ലെന്നും താരം പറയുന്നുണ്ട്. എൻ്റെ കൂടെ ഇപ്പോഴും ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ എൻ്റെ കൂടെ നിന്ന് റീച്ച് നേടിയ ശേഷം അവർക്കൊക്കെ ജാടയും അഹങ്കാരവും തലകനക്കവുമാവും. ഞാൻ ഇപ്പോഴും സിമ്പിളാണ്. അവർ കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിച്ചാലൊന്നും ഫോൺ എടുക്കില്ല. നമ്മളെ അറിയില്ല, തള്ളി പറയലല്ല, കോണ്ടാക്റ്റ് ഉണ്ടാകാറില്ലെന്നാണ് താരം പറയുന്നത്. അന്നും ഇന്നും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവും അച്ഛനും അമ്മയും മക്കളുമാണ്. അവർ തള്ളി പറയില്ല. എല്ലാത്തിനും പിന്തുണയുമായി അവർ കൂടെ തന്നെയുണ്ട്. എൻ്റെ നാട്ടുകാർ എന്നെ കുറ്റം പറയുന്നില്ല. ഞങ്ങളുടെ ക്യാരക്ടർ എന്തെന്നും ഞങ്ങൾ ജനിച്ചു വളർന്നത് അങ്ങനെയാണെന്നും എന്നും അവർക്കറിയാം. നാട്ടിലുള്ളവരൊക്കെ നല്ല പിന്തുണയാണ്. എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്നും നിമിഷ പറയുന്നു. അഭിമുഖത്തിൽ തന്നെ ഷക്കീലയുമായി താരതമ്യം ചെയ്യുന്നതിനെക്കുറിച്ചും നിമിഷ സംസാരിക്കുന്നുണ്ട്. ഷക്കീലാമ്മയെ ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഷക്കീലാമ്മയുടെ അടുത്തിരിക്കുമ്പോൾ അമ്മമാരുടെ അടുത്തിരിക്കുന്ന ഫീലാണ് എന്നും നിമിഷ പറയുന്നു.